നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടായെങ്കിലും കോൺഗ്രസിലെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. കോൺഗ്രസിൽ എപ്പോൾ പുനഃസംഘടന നടന്നാലും തർക്കങ്ങളും അതുപോലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഗ്രൂപ്പ് തിരിഞ്ഞുള്ള വാക്കേറ്റങ്ങളുമൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. KPCC പുനഃസംഘടന വീണ്ടും വൈകാനാണ് സാധ്യത. അതിനിടെ KPCC അധ്യക്ഷനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് മാറ്റുകയുമില്ല. കണ്ണൂരിൽ വൻ വിജയം നേടിയ K സുധാകരനെ മാറ്റുന്നത് ഗ്രൂപ്പിസം കൂട്ടും എന്ന തിരിച്ചറിവിലാണ് ഇത്. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ KPCCയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ശ്രമം. ചേലക്കര, പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും നിർണായകമാണ്. ഈ 2 സീറ്റുകളും ജയിച്ചാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ കരുത്തു കൂടും. ഇത് മനസ്സിലാക്കിയാണ് KPCC പുനഃസംഘടന അടക്കം അതിനുശേഷം മതി എന്ന നിലപാട് സ്വീകരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായ നിലവിലെ KPCC DCC ഭാരവാഹികളുടെ ക്യാമ്പ് അടുത്ത മാസം വയനാട് സംഘടിപ്പിക്കുന്നതും വ്യക്തമായ സന്ദേശം നൽകാനാണ്. സംഘടനയെ താഴെത്തട്ടിൽ ശക്തമാക്കാനായിരിക്കും സുധാകരൻ ശ്രമിക്കുക. കഴിഞ്ഞ ദിവസം ചേർന്ന KPCC നേതൃയോഗത്തിലും പുനഃസംഘടനാ ചർച്ചകളൊന്നും നടന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല ജില്ലകളിലും സംഘടനാ ദൗർബല്യം ബൂത്ത് തല പ്രവർത്തനങ്ങളെ ബാധിച്ചു എന്ന സ്ഥാനാർത്ഥികൾ പരാതിപ്പെട്ടിരുന്നു. നിലവിലെ അവസ്ഥ തുടർന്നാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി നേരിടും എന്ന ആശങ്കയും ചില നേതാക്കൾ പങ്കുവച്ചു. ഈ ദൗർബല്യം മാറ്റും. ഇതിനുവേണ്ടിയുള്ള പദ്ധതികളുമായി KPCC അധ്യക്ഷൻ K സുധാകരൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സുധാകരനെ മാറ്റുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സുധാകരൻ കൂടുതൽ കരുത്തനായി. കണ്ണൂരിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലെ ജയം കോൺഗ്രസിലെ എതിരാളികളെ പോലും അമ്പരപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിടാൻ സുധാകരന് ഒരു പ്രത്യേക ശൈലിയുണ്ട്. ഈ ശൈലിയും കോൺഗ്രസിന് അനിവാര്യമായി കാണുന്നു. AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലും നിലവിൽ KPCCയിൽ മാറ്റം ആഗ്രഹിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് KPCCയിലെ മാറ്റങ്ങൾ മെല്ലെ ആക്കുന്നത്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം 5 ലക്ഷത്തിന് മുകളിൽ ആക്കണമെന്ന ടാർഗറ്റ് മാത്രമാണ് ഇപ്പോൾ പ്രധാനമായും KPCC മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട. പാലക്കാടും ചേലക്കരയിലും പ്രിയങ്ക തരംഗം ആഞ്ഞടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിക്കുന്നതിനൊപ്പം വിവിധ വിഭാഗങ്ങൾക്കുള്ള പ്രാതിനിധ്യവും പുനഃസംഘടനയിലൂടെ ഉറപ്പാക്കണം എന്ന ചർച്ച KPCCയിൽ സജീവമാണ്. KPCCയിൽ കൂടുതൽ യുവാക്കളെ കൊണ്ടുവരണമെന്ന് ചിലർ വാദിക്കുന്നു. ഇതെല്ലാം ഇനി ഉപതെരഞ്ഞെടുപ്പിന് ശേഷമേ നടക്കൂ. ചർച്ചകൾ പോലും അതിനുശേഷം മതി എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാട്. K മുരളീധരനെ അനുനയിപ്പിച്ച് നിർത്താൻ വേണ്ടതെല്ലാം KPCC ചെയ്യും. മുരളീധരനെ ഒരു കാരണവശാലും അകലാൻ അനുവദിക്കരുത് എന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ സജീവമാകില്ലെന്ന് മുരളീധരൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ മാത്രമാണ് താൻ സജീവമാവുക എന്നും ഗാന്ധി കുടുംബത്തിലെ അംഗം മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരു കോൺഗ്രസ് പ്രവർത്തകനും കഴിയില്ല എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് മണ്ഡലങ്ങളിൽ പാർട്ടി മറ്റ് നേതാക്കളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് ആഗ്രഹമെന്നുമാണ് മുരളീധരൻ പറഞ്ഞത്. തൽക്കാലം തിരുവനന്തപുരത്ത് മാത്രമേ പാർട്ടിയെ നയിക്കാൻ ഉള്ളൂ എന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഇപ്പോഴത്തെ KPCC അധ്യക്ഷന് ഒരു കുഴപ്പവുമില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിലാണ് 20-ൽ 18 സീറ്റും നേടാൻ കഴിഞ്ഞത് എന്നും മുരളി കൂട്ടിച്ചേർത്തു. KPCC അധ്യക്ഷനാകണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന ചോദ്യത്തിന് അത് പ്രവർത്തകരുടെ വികാരം മാത്രമാണെന്നും സാമുദായിക സമവാക്യങ്ങൾ നോക്കിയാണ് KPCC അധ്യക്ഷനെ തീരുമാനിക്കേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു. അതായത് മുരളീധരൻ പോലും സുധാകരനെ അംഗീകരിക്കുന്നു എന്ന് സാരം. ഈ സാഹചര്യവും സുധാകരന് അനുകൂലമായി മാറുന്നുണ്ട്.